ഹിന്ദിയിൽ ഏകവചനവും ബഹുവചനവും ഉണ്ട്. ഒരെണ്ണത്തെ സൂചിപ്പിക്കുന്നത് ഏകവചനവും ഒന്നിലധികം എണ്ണത്തെ സൂചിപ്പിക്കുന്നത് ബഹുവചനവുമാണ്. ഏകവചനത്തെ ബഹുവചനമാക്കാനുള്ള ചില രീതികൾ നമുക്ക് പരിചയപ്പെടാം. യിൽ അവസാനിക്കുന്ന പുല്ലിംഗം വാക്കുകളുടെ അവസാനത്തെ ആ എന്നതിനെ ഏയിലാക്കിയാൽ ആ വാക്കിൻ്റെ ബഹുവചനം കിട്ടും. ഉദാഹരണം: ലഡ്ക, ലഡ്കെ, ബേട്ട, ബേട്ടെ. അതുപോലെ തന്നെ യിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗം വാക്കുകളുടെ അവസാനത്തെ ആ എന്ന സ്വരത്തെ ഏം എന്നാക്കിയാൽ ബഹുവചനം കിട്ടും. ഉദാഹരണം: ഭാഷ, ഭാഷായേം, ലത, ലതായേം. യിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗം വാക്കുകളുടെ ബഹുവചനം കിട്ടാനായി അവസാനം ഏം എന്നാക്കിയാൽ മതിയാകും. ഉദാഹരണം: പുസ്തക്, പുസ്തകേം, ബാത്ത്, ബാത്തേം. ഈയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗം വാക്കുകളുടെ ബഹുവചനം കിട്ടാനായി അതിൻ്റെ അവസാനം ഇയാം എന്നാക്കിയാൽ മതിയാവും. നദി, നദിയാം, ബേട്ടി, ബേട്ടിയാം. അതുപോലെ ഏകവചനവും ബഹുവചനവും ഒരുപോലെ വരുന്ന വാക്കുകളുണ്ട്. ഉദാഹരണമായി പേട്, പക്ഷി, ഘർ. ഇവയുടെ ഏകവചനവും ബഹുവചനവും ഒന്ന് തന്നെയാണ്.